നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാര ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. പാപികളായോട് രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നാഥ നീ ഉത്ഥാനം ചെയ്തപ്പോൾ തോട്ടക്കാരൻ പോൽ മറിയാം കണ്ടു മകനെ നീയോ പൊയ്ക്കൊണ്ടെങ്കിൽ ചൊല്ലവിടെ അവനെ ഞാൻ പോകട്ടെ കൊണ്ടെന്ന നാഥൻ ചൊന്നാൻ ഞാൻ തന്നെ ജീവിച്ച ഞാൻ നീ ചെന്നെൻ്റെ ശിഷ്യന്മാരോട് ചൊൽമാറയ്ക്കുമോ. ഒന്നാം നാളം ഈ ഞായർനാൾ ദൈവം തന്നഗ്രജാതൻ താൻ ജീവിച്ചിട്ട് ലോകർക്കെല്ലാം അഗ്രജനാഥത്തെ ജീവിപ്പിച്ചേറ്റിത ദങ്ങൾ തൻ കോടെ ഹേ ആദാമിൻ സോദരേ നിങ്ങളെ വീണ്ടോരാമതാമുടയോ നായ് സ്തോത്രം ചെയ്വിൻ. ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുത്ഥാനത്താൽ തന്നോനാം പുത്ര. ഈ ഞായർനാൾ നാമാശ ധൈര്യങ്ങൾ പൂണ്ടോരായി ഓരോനുത്ഥാനം ചെയ്തു കുരിശിച്ചോർ ലജ്ജിച്ചല്ലോ. വന്ദിനമാം ഞായർനാളിൽ കബറിന്നുത്ഥാനം ചെയ്തു ഉയരെ പോയി തൻ താതന്റെ വലഭാഗത്തായല്ലോ താൻ. ഞങ്ങൾ തൻ കർത്താവേ നീ കാരുണ്യം ചെയ് ഞങ്ങൾ മേൽ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുത്ഥാനത്താൽ തന്നോനാ പുത്ര. ആടിയാരെ ഉത്ഥാനത്താൽ രക്ഷിച്ചോ നമശിഹ നീ നൽകിടേണം പുണ്യം ഞങ്ങൾക്കും വാങ്ങിപ്പോയോർക്കും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. ഭാവികളോട് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ. രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭൂമികൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാവങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിനക്ക് സമാധാനം. സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും സമയത്തും ഉടയോനാഥ ഗിരിസേനായി നിൻസൻ നിധിങ്കൽ തുള്ളി മലയും കടലും പേറും നിന്നെ കന്യകഗർഭേ
ഏറി അവൾ ഗർഭിണിയായ ആശ്ചര്യത്താൽ തന്നെ പെറ്റാൾ നിന്നെ വലുതാക്കി അവൾ തന്നോർമ്മ ബാറയ്ക്കുമോ. ആദീശന്മാർ ജീവനും രാജ്യത്തിനുമവകാശക്കാർമശിഹ ഈ സ്നേഹിച്ചോരേതിനയോ എന്മാരാ ഭാഗ്യം കാതുകളാൽ കേട്ടിട്ടില്ലേ ഇല്ലേ ചെയ്തേ കൽപ്പിച്ചിട്ടും. മാമോദീസ മൂലം മശിഹാതൻ റുഷ്മകുത്തപ്പെട്ടും തൻ ഗാത്രം ഭക്ഷിച്ചും തന്റെ തമ്പാനം ചെയ്തോ താൻ മൂലം ജീവൻ പൂണ്ടി പൊഴിയതിൽ നിന്നിങ്ങേറി തണിയും നൽ മഹിമാവിൻ നങ്കി മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും മൃതരായോർക്കും പുണ്യം അവൾ പ്രാർത്ഥനയാത്മാക്കളും കോട്ട. നിബിയന്മാർ ശ്ലീഹന്മാർ സഹദന്മാരെ ഞങ്ങൾക്കായി കൃപയാചിപ്പീനെല്ലാരും. നിശരണത്താൽ മൃതരാം ഭ്രാതൃപിതൃക്കൾ മേലാനന്ദ പരിനിർണീഴ്ത്തേണം. മാതൃസ്മരണയുയർത്തി സിന്ധരയേറ്റി മൃതരെ വാഴ്ത്തിയിടും നവനായി സ്തോത്രം. മാതാകാദീശൻ മാർത്തൻ പ്രാർത്ഥനയാൽ അരുളടിയാർക്കും പുണ്യം മൃതരായോർക്കും. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. ശമൂവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ. പ്രവാചകന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അബ്നേർ ഇസ്രായേൽ മൂപ്പന്മാരോട് സംസാരിച്ചു. ദാവീദിനെ രാജാവായി കിട്ടുവാൻ കുറെ കാലമായല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ ചെയ്യുവീൻ. ഞാൻ എൻ്റെ ദാസനായ ദാവീദിന്റെ കൈകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ ഫെലിസ്തീയർ മുതലായ എല്ലാ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുമെന്ന് യഹോവ ദാവീദിനെ കുറിച്ച് അരുളി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അബ്നേർ ബെന്യാമീനരോടും പറഞ്ഞു. പിന്നെ അബ്നേർ ഇസ്രായേലിനും ബെന്യാമീൻ ഗ്രഹത്തിനെല്ലാം സമ്മതമായ കാര്യങ്ങൾ ദാവീദിനെ അറിയിക്കേണ്ടതിന് ഹെബ്രോനിൽ പോയി. അബ്നേരും അവനോടുകൂടെ 20 പേരും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ദാവീദ് അബ്നേരിനും കൂടെയുള്ളവർക്കും വേണ്ടി വിരുന്ന് കഴിച്ചു. അബ്നേർ ദാവീദിനോട്, ഞാൻ ചെന്ന് ഇസ്രായേലെല്ലാം ജയമാനായ രാജാവിനോട് ഉടമ്പടി ചെയ്യേണ്ടതിന് അവരെ അങ്ങയുടെ അടുക്കൽ വരുത്തും. അപ്പോൾ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവരുടെയും രാജാവായിരിക്കാമെന്ന് പറഞ്ഞു. ദാവീദ് അബ്നേറിനെ യാത്ര അയച്ചു. അവൻ സമാധാനത്തോടെ പോയി. ബാറയ്ക്കുമോർ. മഹത്വമുള്ളവനായ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബാറയ്ക്കുമോർ. പ്രവാചകന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാബേലിന്റെ പേരും ശേഷിപ്പും പുത്രനെയും പൗത്രനെയും ഛേദിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ അതിനെ വവ്വാലിന്റെ അവകാശവും ചതുപ്പ് നിലവുമാക്കി തീർക്കും. അതിനെ നാശത്തിന്റെ ചൂലുകൊണ്ട് തൂത്തുവാരും എന്ന് ബലവാനായ യഹോവ അരുളി ചെയ്യുന്നു. ബലവാനായ യഹോവ ആണയിട്ട് പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് പോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചതുപോലെ നടക്കും. എന്റെ ദേശത്ത് വെച്ച് ഞാൻ അസീറായെ തകർക്കും. എന്റെ പർവ്വതങ്ങളിൽ വെച്ച് അവനെ ചവിട്ടി മെതിക്കും. അങ്ങനെ അവന്റെ മുഖം അവരുടെ മേൽ നിന്ന് നീങ്ങും. അവന്റെ ഭാരം അവരുടെ തോളിൽ നിന്ന് മാറിപ്പോകും. സർവഭൂമിയും കുറിച്ചുള്ള നിശ്ചയം ഇതാകുന്നു. സകലജാതികളുടെ മേൽ നീട്ടിയിരിക്കുന്ന കൈ ഇത് തന്നെ. ബലവാനായ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. അത് ദുർബലമാക്കുവാൻ ആരുണ്ട്? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു. അത് മടക്കുവാൻ ആർക്ക് കഴിയും? ബാറയ്ക്കുമോർ. ഈശോ നിൻ വെളിവാ കാണുന്നു വെളിവിയടിയാൻ അഖിലാധാരമദ വേളിവും നീ കാന്ത്യഞങ്ങളെ നീ താ
കതിരേശോഭിപ്പിക്കെന്നും വെളിവിൻ തട്ടിൽ വസിക്കും പുണ്യനിധേ പരിശുദ്ധ വേണ്ട കഷ്ടത വീഴ്ചിന്തയുമടിയാറിന്നോഴിക്കാം സൽക്രിയകൾ കുമന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾക്ക് കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർ കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമുദീക്കും നാൾ നിൽക്കണമവർ വലഭാഗത്തിൽ Mariam dile doyuhanun namendo henenglo bisonelo fai Israel നിന്മാതാവു വിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിൻ ഏകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി മൃതിരഹിത കാരുണ്യത്താൽ മർത്യന്മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതന വിമലത ശുചിയും നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാ മറിയാമീന്നും ഭേദമതിന്നി മാനവന ക്രൂശിതനായ ഞങ്ങൾ കുടയോനാം മശിഹ നിജമൃതിയാലിവർ തൻ മൃതിയെ മെതിച്ച് നിഹനിച്ചോനേ അപ്പരിപാവന തൃത്വൈക സുപിതാവോടൊപ്പം ജീവനെഴും റൂഹാക്കുദിശ സഹിതം വന്നിതനേ പരികീർത്തിതനെ കൃപ ചെയ്യണം ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു
ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിതരായ ശ്ലീഹന്മാർപോൽ ജാതികളിടയിൽ ഭൂതലസീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളുവോ കൊക്കേഴും ഭാഗ്യമിതൻ അറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ സ്ലീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ. സ്ലീഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്, സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദായെ കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്ത് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു. അത് തലകീഴായി വീണു, നടുവേ പിളർന്നു. അവന്റെ കുടലെല്ലാം തുറച്ചുപോയി. ഹബീബായി പാർക്കുമോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽക്കേട്ടെ ഈ ദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലുമാതോതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം അവസാനിപ്പിപ്പോ ധന്യൻ. ശ്ലീഹായുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ട്. നമുക്കറിയാം, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു, എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല.
ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ല ദൈവമില്ല എന്നു നാം അറിയുന്നു. പല ദൈവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്നു പേരുള്ളവർ ഉണ്ടെന്ന വരിയിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അവൻ സാലത്തിനും കാരണഭൂതൻ, നാം അവനായി ജീവിക്കേണ്ടതും ആവുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ആ മുഖാന്തരം സാലവും ആ മുഖം നാമാവുന്നു. ആഹായ് ബാരിക്കുമോർ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവിൻ കർത്തൃപ്രാകാരെ നിർമ്മല കാഴ്ചയുമാ കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹല്ലേലൂയ. പാർക്കുമോർ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് ശുശ്രൂഷയുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജനമുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. Barkamos Shlomo Lekul Hon. അവിടുത്തെ ആത്മാവോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർത്തുമാറാകട്ടെ. Evangelion Gadishod Moraneshon Shigo Barsomagioni Samen Lucos Bruno Dam Saberhai Hurkono വന്നവന് പരിപാലിക്കുന്നതിനുമായ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ യേശുവിന്റെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റു പറയുന്നു. അവൻ ഉപദേശിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും സഞ്ചരിക്കുകയും യെരൂശലേമിലേക്ക് പോവുകയും ചെയ്തു. ഒരുവൻ അവനോട് രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചു. യേശുബ്രാൻ അവരോട് ഇടുങ്ങിയ വാതിൽ കൂടി പ്രവേശിപ്പാൻ ശ്രമിപ്പേൻ. പലരും പ്രവേശിപ്പാൻ നോക്കും, അവർക്ക് സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടയ്ക്കുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് മുട്ടിക്കൊണ്ട് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു തുടങ്ങും. നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരെന്ന് ഞാൻ അറിയുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് മറുപടി പറയും. അപ്പോൾ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ തെരുവുകളിൽ ഞങ്ങൾ അങ്ങ് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരെന്ന് ഞാൻ അറിയുന്നില്ല, ദുഷ്കർമ്മികളെ നിങ്ങൾ എന്നെ വിട്ടുപോകുവേൻ എന്ന് അവൻ നിങ്ങളോട് പറയും. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും സകല ദൂതന്മാരെയും ദൈവരാജ്യത്തിൽ കാണുകയും നിങ്ങൾ പുറത്ത് തള്ളപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും പലരും വന്ന് ദൈവരാജ്യത്തിൽ ഭക്ഷണത്തിനിരിക്കും. മുമ്പന്മാരായി തീരുന്ന പിൻപന്മാരും പിമ്പന്മാരായി തീരുന്ന മുമ്പന്മാരുമുണ്ട്. ആ ദിവസം തന്നെ പരീക്ഷന്മാരിൽ ചിലടത്തിയെന്ന് നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളുക, എന്തെന്നാൽ ഹെരോദാവ് നിന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവരോടെ നിങ്ങൾ പോയി ആ കുറുക്കനോട്, ഇതാ ഞാൻ ഇന്നും നാളെയും ഞാൻ പിശാചുകളെ പുറത്താക്കുകയും രോഗശാന്തി വരുത്തിയും 3-ാം ദിവസം അവസാനിക്കുകയും ചെയ്യുമെന്ന് പറയുവൻ. എങ്കിലും യെരൂശലേമിനെ പുറത്തു വെച്ച് ഒരു പ്രവാചകൻ നശിച്ചു പോകുവാൻ കഴിയാത്തത് കൊണ്ട് ഇന്നും നാളെയും ഞാൻ പ്രവർത്തിക്കേണ്ടതും അടുത്ത ദിവസം ഞാൻ പോകേണ്ടതുമാകുന്നു. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടുള്ളവരെ കല്ലെറുകയും ചെയ്യുന്ന
യെരൂശലേമേ യെരൂശലേമേ, പിടക്കോഴി കുഞ്ഞുങ്ങളെ തൻ്റെ ചെറുകളുടെ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർക്കുവാൻ എത്ര പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചു, നിങ്ങൾ സമ്മതിച്ചില്ല. ഇതാ നിങ്ങളുടെ ഭവനം ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് ഞാൻ പറയുന്നു. താൻ കൽപ്പിച്ചരുളി ചെയ്തു. ബാർക്കുമോ ഉശൈനോ ലക്കുൽഹോ. സ്കറിയാതൻ ധൂപത്തെ കൈക്കൊണ്ട കർത്താവേ, നിന്ദാസന്മാരെ നില ചിന്നടിയാരണയ്ക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് നമ്മെല്ലാവരും കൂടി നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രമേയം പോഴ്ചയും മാഞ്ഞു പോകുന്നില്ലാത്ത നല്ലുന്നതിയും സദാ ഇപ്പോഴും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. പൂർവിക നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളെ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാഗങ്ങളിൽ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികളിൽ ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹനും മൽക്കീസദേക്കിനും തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കൽഗോന്യോമോ സോദായൽമേ. ായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. എങ്കിലോ പുണ്യവാക്കുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ നന്മകൾ ക്ഷമിച്ച് മായച്ചു നീക്കി അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമാദിയുമായ കർത്താവേ, സ്നേഹപൂർവമായ നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെ പാപങ്ങളെയും മായച്ചു കളഞ്ഞ് ഉത്തമനായുള്ളോവേ ദൈവതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെയും നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന വലിമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിന്റെ നാഥനുമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ മുന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തീർത്ത് മാറ്റിക്കളയണമേ.
സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും മറകരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയമായ ഞങ്ങൾക്ക് സൗജന്യമായി നൽകണമേ. നല്ല മരണത്തിന് ഞങ്ങളെല്ലാവരെയും മറകരാക്കി തീർക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകോല ശുബാൻ ലവൽ മീ. ഞങ്ങളെ സൃഷ്ടിച്ച് ഈ ജീവിതത്തിലേക്ക് വരുത്തിയ സ്വർഗീയ രഹസ്യങ്ങളുടെ വെടിപാടുകൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും വിശുദ്ധാത്മശക്തിയാൽ ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകന്മാരുമായി തീരുവാൻ നിനക്കതൊരു ഇഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ഇനത്തിന്റെ അജ്ഞതയ്ക്കും വേണ്ടി ഈ ബലി നിനക്കായി അണിയുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. സ്വർഗീയവും ആന്തരികമായ ബലിപീഠത്തിന്മേൽ പരിമളവാസനയായി ഇതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധ റുഹായുടെ ശക്തി ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ നോഹിൻ ഹാബേലിന്റെ കാഴ്ചയും നോഹിന്റെ ബലിയും അബ്രഹാമിന്റെ ബല വഴിപാടുകളും മോശയുടെയും മഹ്റോന്റെയും ആചാര്യ ശുശ്രൂഷയും ശമൂവേലിന്റെ സമാധാനയാഗങ്ങൾ നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളെയും അംഗീകരിക്കണമേ. വിശുദ്ധ ശ്രീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നിന്നും ഈ ആചാര്യ ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരങ്ങളായി ഞങ്ങളുടെ കൈകളിൽ നിന്നും ഈ ധൂപത്തെ അംഗീകരിക്കണമേ. മാലിന്യമില്ലാത്ത ഈ ബലി നിനക്കർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മിശിഹായുടെ കരുണ മൂലം വിശ്വസ്തരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിക്കുവാനും ഞങ്ങൾ യോഗ്യരായി തീരണമേ. അവൻ മുഖാന്തരം അവനോടുകൂടി നിനക്കും നിന്റെ പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എപ്പോഴും നീക്കും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഓശോ അബുകോല ശുബാൻ ലവൽ മീൻ. ആമേൻ. അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നാലോഹോന് കാബേൽ ഗോസോയോദ് ഗൗവേശ് മുഖോനോ ദൗത്തോഗേ പത്രായിഹോൻ ഒന്മനോലം ഒൽമേ. ആമേൻ. യനോ അബ്ദോമിനോ ഹാത്തോയോ യനേ ആമേൻ.
മറയ്ക്കുമോർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തയുടെ പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമശിഹായ ഏകകർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരന്മാരും ഗുരുക്കന്മാരും പ്രഭുക്കന്മാരുമായുള്ളവരെല്ലാവരും എന്നോട് ക്ഷമിപ്പിൻ. ഞാൻ അർപ്പിക്കുന്ന ഈ ബലി ദൈവം തമ്പുരാൻ സ്വീകരിക്കുവാൻ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി അപേക്ഷയെ പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധമുള്ള ഏകറുഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രം നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികൈതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണ സമയം ഉന്നത പദവിയിലേറിയതാ ഇന്നിപ്പോൾ പട്ടക്കാരൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും കുർബാന. പ്രിയരേ ദുഃഖരുണയുടെയും അലിവിൻ്റെയും സമയം സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ അതിനാൽ സോദരരെ വരുവീൻ ഒരു പോൽ കരുണയിരം നീ
സ്തോമൻ കാലോസ്. വലിയവനും അനാനന്ദനുമായ ദൈവമേ, നീ ശാന്തി സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാകുന്നു. എന്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബകുല ശുഭാൻ ലവൽ മീ. സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാരക്കുമോർ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും ഓരോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോ ഉത്ഥാനത്തിൻ നാളുകളിൽ നാഥൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ നിങ്ങളിലേ ശ്ലോമോ വാഴെന്നാളും ലോകാന്ത്യത്തോളം തന്നെ ശ്ലോമോ വാഴെന്നാളും ലോകാന്ത്യത്തോളം തന്നെ. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവവുമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായി ഇവരെ അനുഗ്രഹപൂർണമായ നിന്റെ വലത്തെ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല ശുഭാൻ ലവൽ മീ. നിന്നിടവയുടെ പാപങ്ങൾക്കും മോക്ഷത്വങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാതെ ആത്മീയബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി വായിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബകുല ശുഭാൻ ലവൽ മീ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും
ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മിശിഹാതമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. മാലാഖമാരും ഋഷിമാലാഖമാരും ക്രോബേന്മാരും ശ്രോഭ്യന്മാരും ഓരോസന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സകല സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായുകളോടും അവർണ്ണനീയമായ ശബ്ദങ്ങളോടും കൂടി വിജയസ്തുതികൾ പാടി മഹത്വപ്പെടുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പരിപാലിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തപ്പെടുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ പരിശുദ്ധമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്കുമോ ബാറേ മുറിച്ച് തന്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് നിങ്ങളെല്ലാവരും വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് താൻ അരുളി ചെയ്തു. ദൽവോലം ഒൽമീ പ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലക്കി കാസായും താനെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറക്കുമോ ബാറേ തന്റെ പരിശുദ്ധ ശ്ലീഹന്മാർക്ക് നൽകിയവരോട് കടങ്ങളുടെ മോചനത്തിനും പാപപരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ എന്ന് താൻ അരുളി ചെയ്തു. വൽഹായേ ദൽവോലം ഒൽമീ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തെയും പുനരുദ്ധാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവിൻ എന്ന് താൻ അവരോട് കൽപ്പിച്ചരുളി ചെയ്തു. അതാമോ ദോസേനോ നാഥാനിൻ മൃതിയോർത്തെങ്ങൾ നിന്നുത്ഥാനമതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരോ
ആകയാൽ കർത്താവേ, പാപികളും കുറ്റക്കാരുമായ നിന്റെ ദാസരാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയമായ എൻ്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും ഇറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വർക്കുമോർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ രൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽപ്പൊരുതി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതും ആകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേനോടുത്തരമരുളേണമേ. കർത്താവേനോടുത്തരമരുളേണമേ. കർത്താവേനോടുത്തരമരുളി ഉത്തമനേ ദൈവതോന്നി എന്നിൽ കരുണ ചെയ്യണമേ. കുറിയേലായുസോ കുറിയേലായുസോ കുറിയേലായുസോ. പരിശുദ്ധ റൂഹ ദൃശ്യമായും ആന്തരികമായും ഇറങ്ങി ആവസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ഗോകുൽത്താമേൽ വെച്ച് മുറിക്കപ്പെട്ട ജീവനുള്ള ശരീരമാക്കി താൻ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. നിർത്തപ്പെട്ട ഈ കാസായിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ ഗോകുൽത്താമേൽ വെച്ച് എറിയപ്പെട്ട ജീവനുള്ള രക്തമാക്കി താൻ രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ. കർത്താവേ, ഈ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിലെ അവകാശികളായി തീരണമേ. അവിടെ പുതിയവൻ പരിശുദ്ധന്മാരുടെ കൂടുതൽ ആരാധിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബകോലശുവാൻ ലവൽ മീ. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ സ്വീകരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർഗീസന്മാരായ ആബൂൻമോർ ഇഗ്നാത്യൂസിനു വേണ്ടിയും ആബൂൻമോർ ബസേലോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയ്ക്ക് വേണ്ടിയും ആബൂൻമോർ ഗ്രീഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂൻമോർ സേവേറിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതന്മാരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളിൽ ശാന്തവും സമാധാന സമൃദ്ധമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു.
ഹോശോ വബുകൂല ശുബാൻ ലവൽ മേ. ബാറക്കുമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യപ്രതി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രയരെയും ബന്ധുതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല ശുബാൻ ലവൽ മീൻ. നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സലവർണ്ണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരെ വിശ്വാസികളായ ജനങ്ങളുടെ സമൂഹം ക്രിസ്ത്യാനി സമൂഹത്തിന് സുഹൃത്തുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശാന്തവുമാർന്ന കൃപാചെയ്തും ഭാഗം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടി ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ വബുകൂല ശുബാൻ ലവൽ മീൻ. ഭൂമിയിലെ സർവവംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് ഏകതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യനിയെ ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവങ്കലിസന്മാരെയും സഹോദരന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മാരിയുഹാനും മാംദാനെയും ശമാശമാരിൽ പ്രധാനിയും സഹോദരന്മാരിൽ മോമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമസ് ലീഹായെ ശേഷം ചില ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകൂല ശുബാൻ ലവൽ മീൻ. ശ്ലൈഹിക കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചേർന്നവരായി ശുദ്ധിവാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടൊപ്പം പോട്ടി നിത്യപ്രാവശ്യം വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസത്തിലും പോലീസിലും എപ്പേസിലും വെച്ചിട്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്നപ്പദോസുകളെയും അവയിൽ സന്ദർശിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലിന്റെ ഒന്നാമത്തെ പ്രധാനാചാരണമായ മാർ യാക്കോബും മാർ ഇഗ്നാത്യോസ് ന്യൂറോനോയും മാർ അപ്രൈമും കപ്പദോക്കയിലെ മാർ ബസേലിയോസും മാർ ഗ്രിഗോറിയോസും സ്വർണ്ണനാമകാരനായ മാർ ഇവാനിയോസും അലക്സാന്ദ്രയിലെ മാർ അർത്താനാസ്യൂസും മാർ കൂറിലോസും മാർ ദിയസ്കോറോസും മാബോഗിലെ മാർ പീലക്സിനോസും അന്ത്യോഖ്യയിലെ മാർ സെവേറിയോസും സ്രൂഗിലെ മാർ യാക്കോബ് ബുർദാനായും മാർ ബാലായിയും ഏൽദോ മാർ ബസേലിയോസും പരിമല മാർ ഗ്രിഗോറിയോസും സഭാഭാസുരൻ ഗീവർഗീസ് മാർ ദേവനാസ്യൂസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ശ്രേഷ്ഠന്മാരായി മലങ്കര സഭയെ മേശിവരിച്ചവരായ എല്ലാ പരിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. ചൊവ്വളവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ലഭിച്ചവരായി ഇവരുടെ ഒമ്പം ഇവരോടുകൂടെയും ഇവരുടെ ബിംബമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധമൂന്ന് സുന്നതോസുകളെ സത്യവിശ്വാസമാകുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബബഗോല ശുബാൻ ലവൽ മീൻ. അരൂപികളെ ജനകടയോടെയായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻപോട്ട് പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെ നിന്റെ അടുക്കലേക്ക് എടുത്തോണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ തന്റെ സ്വർഗ്ഗത്തിൽ ചേർത്തുള്ളവനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലൈസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. ഞങ്ങളെ മരിച്ചു പോരെന്ന കാലസൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. നിന്റെ ഏകജാതിന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവന് തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ പരേതരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ധന്യങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാനവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും പോലെ കുർബാന വഴിയായി മഹത്വീകരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോ വബകോല ശുബാൻ ലവൽ മീൻ. തന്റെ തിരുനാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായ ദൈവത്തിൻ്റെ കരുണ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ശ്രാപ്പികളെ നിൻ മുമ്പിൽ കോറിയേലൈസോ ചിറകുകളാ
ഓ ഹല്ലേലൂയ. മുഖമവർ മൂടും ഇരുചിറക ലൈസോ ഏരിയായി വാനിൻ ജ്വാലയതിൽ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇരുചിറക ഹല്ലേലൂയ. കൊട്ടിയവർ നീട്ടേവം ലൈസോ. ബാർക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമായ ദൈവമേ, ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോടെ നീ ഞങ്ങളെ വിളിച്ചെടുപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇതുമൂലം പിതാവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപത്തിന്റെ കർത്തൃ പ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാകുന്ന ദൈവമാകുന്ന നിന്നെ നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥിയുള്ള നാവോടും ശരീരമെടുപ്പോടും ആത്മധൈര്യത്തോടും കൂടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഷ്ണ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോൾ നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്തുകൊണ്ട് നാം രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ ഞങ്ങളെ നീ അർഹരാക്കി തീർത്തുവല്ലോ. കണ്ണിന്റെ പരീക്ഷകളും ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനെന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബുകോല ശുബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അണിക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിന്റെ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോ തിരുമുമ്പാകെ തലവനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബഗോല ശുബാൻ ലവൽ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധവും അങ്ങനെയും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂമനാദിന്യം മന്ദിയും സാരാംശം വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നുമെന്നാളും ഉണ്ടായിരിക്കട്ടെ. ബാറക്കുമോ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഗൃഹായുമല്ലാതെ പരിശുദ്ധൻ ഇല്ല. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. മൂല്യങ്ങളായ അവങ്കപ്പാടുകൾ മുന്നോത്തെ രക്ഷിച്ചു വന്ന പരിശുദ്ധനായ ഏകപുത്രനും നമ്മോടുകൂടെ. ായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധരുമായും നമ്മോടുകൂടെ. കർത്താവിന്റെ നാമമാദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കുർബോനെ ബസലാവോസോ നിസ്കാലേനു ലാബോഹൈ ദമൽഫിൻ വോല കദ്ഹായി നെഹവേ ബിനായോ ലാലോ ബ്രോദാലോ ഹുനനിക് ഏനോ ബഹോയ് മൽക്കോസോ ദശമായോ അംകി നേവം സാദിക്കബുൽമോ ദുലോബാ മോറിയോറാകെ മേലൈ നോവാദാറൈ. നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലുയ്യ യൗഹാലേലുയ്യ നിൻ ബലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലുയ്യ യൗഹാലേലുയ്യ നിൻ ജനമോർക്കായി പിതൃഗ്രഹവും ബാറയ്ക്കുമോ. മിന്നോലം വാദാമുൽമോലം ഉൽമീനാമീ ഭാജനമേ നിന്നിലുദിച്ചോ രേഖസുതൻ തൃക്കരഞ്ഞങ്ങളിൽ അലിവാതൻ പക്കലപേക്ഷയാണ് കേണം സ്തൗമൻ കാലോസ്കുറിയിലായിസോ. സ്വീകരണം നേടി ദൈവത്തിൻ മാതാവായി ഈക്ഷിതിശാപത്തെ നീക്കിയ കന്യകേശാതിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ഡാനേകാത്മജനോ ഡഭ്യർത്ഥിക്കേണമേ വാറിക്കുമോ.
കാദീശോ ക്രോബേശ്രാപ്പികൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യക തൻ ഉദരേവാണോനെ ആദാമ്യരെ സാത്താൻ പ്രതിവതൻ നടിമയിൽ നിന്നേറ്റിടുവാൻ മെയ്യേ ദിയവീരാ സ്തോത്രം പാതാവേ ഞങ്ങൾക്കായുള്ളർത്ഥനയെ ഞങ്ങളിലാദ്രത തോന്നിടാൻ ഏകാത്മജനോടർത്ഥിക്കാം. നയവാൻമന പോലെ തളർത്തിടുമേ ഹാലേലുയ്യ വളരുമവല്ലഭനോ കാരകിൽ പോൽ വൃദ്ധതയിലും അവർ കളിയിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ. വർദ്ധിക്കുമവർക്ക് തുഷ്ടി പുഷ്ടികളും പാലിക്കുമോ മിന്നോലം വാദാമുൽമോലം ഉൽബീനാമി ഒരു പോലിങ്ങും മാർത്തോമാസ്ലീഹ ഉണ്ടേ മേലും നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മയെ ബഹുമാനി ചോർക്കായി സ്തോമൻ കാലുസ്കുറിയേലായി സോ ലോകർക്കോപകാരം ചൊരിയുന്ന മഹാനിധിയാകും വാണിജ്യവീര സ്വീകൃതനെ ശ്ലോമോ രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കളെ നീക്കണമേ നിൻ പ്രാർത്ഥനയ കൃപ നേടട്ടെങ്ങൾ വാരിക്കുമോ സത്യോദ്യോഗസ്ഥ നീതി തികച്ചിഹവാക്തത്വം ചെയ്തൊരു നിത്യ ജീവിതമാർജീപ്പാൻ നിർനിദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മാർത്തോമാതൻ സ്മൃതിയിൽ സ്തുതി മശീഹ മുറിയോറായും പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളയും തൻ കോപത്തിൻ വടികളയും മായി ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും ഹാലേ ലോയ്യോ ഹാലേ ലൊയ്യ നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻമൂലം നിൻ പുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലുയ്യോ ഹാലേ ലുയ്യ എൻ നിയമത്തെയും ഞാനുപദേശിച്ചിടുമീ സാക്ഷിയെയും പാറയ്ക്കുമോ മെനിൻവോലം വാദാമുൽവോലം ഉൽമീനാമി ശുചിയൊടു ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൊക്കുധ്യാനദ്വാരങ്ങൾ വാനവരുത്വവസീകേണം സ്തോമൻ കാലോസ്കുറിയേലായിസോ ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി
മയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നീടും അതു കാണാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കോറും നീറന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം പാറയ്ക്കുമോ ആദ്യാചാര്യത്വം കൈക്കൊണ്ടഹറോൻ മൂശയോടും നീച്ച് സ്കറിയായിക്കതു നൽകി മോശ സ്കറിയായ സ്നേഹന്മാർ മൊറിയോറാഹം വേലയിലുവാധാരായി മുടികൾ മുടഞ്ഞവ നിരനിരയായി ബലിപീഠത്തിലിരിപ്പുണ്ട് നിർമ്മലരായി പരികർണിപ്പോ രാജാര്യർക്കവചൂടേടും മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെ നിൻ ജീവാസ്വരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സ്തോമൻ കാലോസ്കുറിയിലായി സോ നാഥാതാവകമിരുലോകം നിന്നധികാരം താനെങ്ങും ശ്ലീപായ ജീവിതരേഖ തൻപാൽമോ സ്തോത്രം മൃതജീവപ്രദനെ കബറിനെ തീടും നോനെ നിൻ പ്രേക്ഷകതാതനുമാമലൻ ക്രോഹായ്ക്കും ഹല്ലേലൂയ മുറിയോറായ മേലൈനുവാധാരായി തൻ മരണത്താൽ മരണത്തെ ജീവിപ്പിച്ചവനാം ദേവസുത സ്തുതി ദൈവത്തിൻ്റെ നാർക്കാനടിയാരെ പൊഴി നേറ്റേണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും ഞങ്ങളുടെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ ഞങ്ങളുടെ കർത്താവും ദൈവമേ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമേ ഞങ്ങൾ യോഗ്യരായി തീരണമേ ആമേ രക്ഷകനുര ചെയ്ത എന്മേയ് രക്തങ്ങൾ കൈക്കൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസാൽ ശ്രുത്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കും നോ എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണം
രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. താവകഗാത്രത്താൽ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ തീടരുതേ. തവമേരക്തങ്ങൾ ഉൾക്കൊണ്ടോർ ഞങ്ങൾ വിധിയും ദണ്ഡനവും നേടരുതേ നാഥ. നിന്മേരക്തങ്ങൾ ഞങ്ങൾ കാചാരം തന്നതിനാൽ വിധിയിൽ നാദാ ചേർക്കരുതേ. അംഗങ്ങളിലവയെ നിക്ഷേപിക്കുകയാ ഉയിരേ ഗിയനാഥ വന്ദിക്കും നടിയാ. സത്യം കാക്കുന്നോ രോത്തമ വിധിനാദാ കടമെല്ലാം പോക്കി വിധിയൊഴിവാക്കണമേ. വിശ്വാസാൽ ശുദ്ധ്യാ എന്നെ കൈക്കൊണ്ട് കൽപ്പന കാക്കുന്നോ എൻ സ്നേഹിതനല്ലോ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവ കൈക്കൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. അട്ടഹസിച്ച് പറയണം. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായവൻ വർണ്ണിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദി മുതൽ തലമുറ തലമുറകൾ വരെ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നോൾ ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന് നിത്യമായ പതുക്കത്തിനു വേണ്ടി വരുവാനിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ആമേൻ.
ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുവമ്പാളമൊക്കെ പ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ പാർത്തിരിക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശു മിശിഹാ ദൈവത്തിന്റെ കരുണകൾ ഈ വിശുദ്ധകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിപ്പായിരിക്കുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമ മൂടി സഹദേൻ മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവ് ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചു വന്നതായ വിലയേറിയ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത് പുണ്യമുണ്ടാക്കുന്ന വിലയേറിയ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി ഭവിക്കരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോ നൽ ശരണം നീയേ, മൃതർ തന്നുയർത്തും നീ തന്നെ. ഹല്ലേലൂയ. രക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് യോഗ്യമായിരുന്ന ഞങ്ങളെ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന് നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ ബബഗോല ശുഭാൻ ലവൽ മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയാർത്ഥാനുമുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ യേശു മിശിഹാ, നിന്റെയും നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും ഇഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി ബലിയായി നീ അർപ്പിക്കപ്പെടുകയും നിന്റെ പരിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹം ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നുള്ള വിശ്വാസം ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നുള്ള ഭയഭക്തി ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങൾ അലങ്കരിക്കപ്പെടണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ മരിച്ചുപോയവർക്കും പാപപരിഹാരം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്റെ ഇണങ്ങനാമിതാവാൻ ദൈവത്തെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബകോല ശുഭാൻ ലവൽ മേ. ആമീൻ. ബാറേക്കുമോ. കർത്താവരുളിയ ജീവൻ നേടി നൂതന സഭയാൾ നശക പീഡകളേറ്റതി ദുരിതം പ്രാപിച്ചാലും രക്ഷക കൃപയാലാശുവളം
നതു വികസിച്ചിടും. ബലദായകനാം മശിഹായതിനെ പരിപാലിക്കും. സഭയിൽ പാർത്തേട്ടതിനുടെ സുതരിൽ പാവനദാനം നല്ലൊരു തുണയായി ഭാഗിച്ചിടും നിർമ്മാതാവേ. നിജഗണത്തിനങ്ങളെയെല്ലാം പാലിക്കണമേ. മലിനത ചേരാതിവരെ കാത്തു നടത്തുക ശുഭമാ. കാഴ്ചയിതിൽ കർത്താവേ നിൻ തിരുവുള്ളം തുഷ്ടിപ്പേട്ട് നല്ല മരി ചോർപുണ്യ പേരയരാ നന്ദിക്കേണം. സെലോൻ മസ്ലോമഹായിൻ കാമിബായന്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പാപപരിഹാരപ്രദമായ ബലിപീഠം നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാഭക്ഷണ അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ മഹിമയ്ക്കും കരുണയ്ക്കും വേണ്ടി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയം നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥന്മാരോടുകൂടെ സമീപസ്ഥന്മാർ ജീവനുള്ള വാങ്ങിപ്പോവരും കർത്താവിൻ്റെ ജീവനുള്ള സ്ലീവായി രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധമാമോദീസ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും, നിങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാവിനെ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനം പാപിയും ദാസനുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാ സഹായം കൈക്കൊണ്ട് കരുണ പ്രാപിക്കുമാറാകട്ടെ. നിങ്ങളോ നിറഞ്ഞു തൃപ്തരായി സന്തോഷാനന്ദങ്ങളോടെ സമാധാനത്താലേ പോകുവിൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവിൻ. വന്ദിതനാകും വൈദിക കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. സാരാംശ സർവ്വപൂർണ്ണമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ആരുടനായിരിക്കുന്ന പൗരസ്ത്യ കാതോലിക്കായും മലങ്കര പത്രാപോലിത്തയുമായ മോറാൻമാർ ബസേലിയസ് മാർത്തോമാ മാത്യൂസ് സ്ഥിതിയൻ ബുദ്ധര നമ്പർ 2025 180. കർത്താവിൽ നമ്മുടെ എല്ലാ പള്ളികളിലെയും വികാരിമാരും സഹപട്ടക്കാരും ദേശത്തുപട്ടക്കാരും പള്ളി കൈസ്ഥാനികളും ശേഷം വിശ്വാസികൾക്കും വാഴ്വ്. പ്രിയരെ, നമ്മുടെ സഭയുടെ പാരമ്പര്യമനുസരിച്ച് നോമ്പ് കാലങ്ങളും നോമ്പ് ആചരിക്കുന്നതിൻ്റെ തലേ ദിവസവും സ്വർഗാരോഹണം മുതൽ പെന്തിക്കോസ്തി വരെയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങൾ ഒഴികെ മറ്റെല്ലാ ഞായറാഴ്ചകളും തിങ്കളാഴ്ചകളും ഹേവോറോ ദിനങ്ങൾ എന്നറിയപ്പെടുന്ന ഉയർപ്പ് ഞായറാഴ്ച മുതൽ പുതിയ ഞായറാഴ്ച വരെയുള്ള എല്ലാ ദിവസങ്ങളിൽ മാത്രമേ വിവാഹങ്ങൾ നടത്തുവാൻ അനുവാദമുള്ളൂ. എന്നാൽ വിവാഹം നടത്തുവാൻ അനുവാദമില്ലാത്ത ദിവസങ്ങളിൽ വിവാഹം നിശ്ചയിച്ചിട്ട് നമ്മുടെ പ്രത്യേക അനുമതിക്കായി അപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനുള്ള ഏറെ പ്രയാസമുളവാക്കുന്ന സംഗതിയാണ്. ആധുനിക കാലഘട്ടത്തിൽ വധൂവരന്മാർ ക്രിസ്തുകാലത്തേക്ക് അവധിക്ക് വിദേശത്ത് നിന്ന് വന്ന് വിവാഹം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരികെ പോകേണ്ട ആവശ്യം നേരിടുന്ന അപൂർവം സന്ദർഭങ്ങളിൽ ആവശ്യമെന്ന് ബോധ്യപ്പെടുന്നവർക്ക് മാത്രം പ്രത്യേക അനുവാദം നൽകുന്നതിന് സഭാതലമെന്ന നിലയ്ക്ക് നമുക്ക് അധികാരമുണ്ട്. ഇതിനെ ഒരു പൊതു നിയമമായിട്ടോ പൊതു തത്വമായിട്ടോ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. വിവാഹങ്ങൾ നടത്തുവാൻ അനുവാദമില്ലാത്ത ദിവസങ്ങളിൽ വിവാഹം നിശ്ചയിച്ചിട്ട് അത് നടത്തുന്നതിന് വികാരിയുടെയും ഭദ്രാസന മെത്രാപ്പോലീത്തയുടെ ശുപാർശയോടെ നമുക്ക് സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിച്ച് നാം അനുവാദം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ അപേക്ഷകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ പള്ളികളിൽ ചൊവ്വ, വ്യാഴം എന്നീ ദിവസങ്ങളിലും പേതൃത്വ ദിനങ്ങളിലും കാത്തിരിപ്പ് ദിവസങ്ങളിലും വിവാഹം നടത്തുന്നതിന് യാതൊരു കാരണവശാലും ഇനി മുതൽ അനുവാദം നൽകുന്നതല്ല എന്ന് അറിയിക്കുന്നു. ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം മുതൽ നോമ്പാരി ആരംഭിക്കുന്നതിനാലും ഷോറിയോസിൻ്റെയും
മാർ ദീവന്യാസിയോസിൻ്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ 2025 ജൂലൈ മാസം 10-ാം തീയതി കോട്ടയം കാതോലിക്കേറ്റ് അരമനയിൽ നിന്ന് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം എന്നേക്കും തന്നെ ആമേൻ. കൃതം നിറഞ്ഞ സഹോദരങ്ങളെ, പെന്തക്കോസ്തി ഞായറാഴ്ചയ്ക്ക് ശേഷം നമ്മൾ 6ാമത് ഞായറാഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നാം ഇന്ന് വായിച്ചു കേട്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ പ്രധാനമായിട്ട് കർത്താവ് തൻ്റെ മരിക്കുവാൻ തക്കവണ്ണം യെരൂശലേമിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരുവൻ വന്നിട്ട് ചോദിക്കുകയാണ്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നവരുടെ എണ്ണം എങ്ങനെയാണ്, കുറവാണോ കൂടുതലാണോ എന്ന്. ഇപ്പം കർത്താവിന് മറുപടി കൊടുക്കുന്നത്, നീ കൂടുതൽ കാര്യങ്ങളൊന്നും അതേക്കുറിച്ച് അന്വേഷിക്കേണ്ട, നീ സ്വർഗരാജ്യത്തിൽ കടക്കുവാനായിട്ടുള്ള ജീവിതക്രമങ്ങൾ നീ ചെയ്യുക, ഇടുക്കുവാതിൽ കൂടി കടക്കുന്നവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നാണ് കർത്താവ് മറുപടി കൊടുക്കുന്നത്. ഇതൊരു പക്ഷേ പാലസ്തീൻ നാട്ടിലുള്ള യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടി ആയിരിക്കാം ഈ ഇടുക്കുവാതിൽ എന്ന് പറയുന്നത്. യഹൂദന്മാർക്ക് വലിയ സദ്യകളും വിരുന്നുകളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിന്നെ വിരുന്നിന് വിളിച്ചാൽ നീ ഏറ്റവും ഒടുക്കത്തെ സ്ഥലത്ത് പോയിരിക്കണമെന്നൊക്കെ പറയും. അപ്പോൾ വലിയ ഹാളുകൾ ഉണ്ടാക്കിയാൽ അതിനൊരു ചെറിയ വാതിലേ കാണുകയുള്ളൂ, ഇടുക്ക് വാതിൽ എന്നതിനെ പറയുന്നത്. അപ്പം വാതിലിൽ അവിടെ ഒരു കാവൽക്കാരനും കാണും. ക്ഷണിക്കപ്പെട്ടവർ മാത്രമേ അതിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അത് ക്ഷണിക്കപ്പെട്ടവരുടെ ലിസ്റ്റൊക്കെ ഒരു പക്ഷേ അവൻ്റെ കയ്യിൽ കാണാം. അപ്പം അതിൽ ക്ഷണിക്കപ്പെട്ടിരിക്കും വന്നവരൊക്കെയും അകത്ത് കയറി കഴിഞ്ഞാൽ ആ വാതിലടയ്ക്കും. പിന്നെ ആർക്കും അത് തുറന്നു കൊടുക്കുകയില്ല. പിന്നെ വിരുന്നൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കുന്നതാണ്. ഇവിടെയും സ്വർഗരാജ്യത്തിലെ ഒരു വിരുന്നിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. അപ്പൊ ഇടുക്കുവാതിൽ കടക്കുവാൻ പരിശ്രമിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ വീട്ടുടയവൻ എഴുന്നേറ്റ് വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കുകയില്ല. അപ്പൊ താമസിച്ച് വരുന്നവര് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാതെ വരുന്നവര് വന്നിട്ട് മുട്ടും. അപ്പൊ കതക് തുറക്കില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറയും. വീണ്ടും വീണ്ടും മുട്ടുമ്പോൾ അവരോട് പറയും, നിങ്ങളെ എനിക്ക് അറിയത്തേയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ പറയുകയാണ്, ഞങ്ങള് നിന്നോടുകൂടെ ഭക്ഷണത്തിലിരുന്നിട്ടുണ്ട്, നീ ഞങ്ങളുടെ തെരുവുകളിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഞങ്ങൾ ആ പ്രസംഗമൊക്കെ കേട്ടിട്ടുണ്ട്, നിന്റെ കൂടെ ഞങ്ങൾ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷേ അന്നേരം കർത്താവ് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിയുന്നില്ല എന്ന് പറയും. ഇവിടെ വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ് കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുന്നത്. നമ്മൾ എത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിച്ചാലാണ് ദൈവരാജ്യത്തെ കിടക്കുന്നത്. ഞാൻ എത്ര കുർബാന ചൊല്ലിയിട്ടുണ്ടെന്ന് കർത്താവിനോട് പറഞ്ഞാലും കർത്താവ് പറയും, നിന്നെ എനിക്ക് അറിയത്തില്ലെന്ന് പറയുള്ളൂ. ഞാൻ എത്ര നേർച്ച കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്, എത്ര മാത്രം മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്, ഞാൻ ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാലും കർത്താവ് ചിലപ്പം പറയും, ഞാൻ അറിയുന്നില്ല എന്ന്. ഇപ്പൊ കർത്താവ് അറിയണമെങ്കിൽ കർത്താവ് പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ തൻ്റെ ക്രൂശ് എടുത്ത് തൻ്റെ പിന്നാലെ വരണം. യേശുക്രിസ്തുവാകുന്ന വാതിൽ, കർത്താവ് പറയും, ഞാൻ വാതിലാകുന്നു. ആ വാതിലിലൂടെ അകത്ത് കിടക്കുന്നവൻ അകത്തേക്ക് വരികയും പുറത്തേക്ക് പുതിയ മേച്ചുസ്ഥലങ്ങൾ കണ്ടെത്തുകയും ചെയ്യുമെന്ന് കർത്താവ് പറയും. അപ്പൊ ആ ദൈവരാജ്യത്തിനോട് വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു വിരുന്നാണെന്നാണ് പറയുന്നത്. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായിട്ട് നമ്മളെല്ലാവരും ഉണ്ടെങ്കിലും പക്ഷേ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രവേശിക്കുവാൻ തക്കവണ്ണം ആ ഇടുക്ക് വാതിൽ കടക്കുവാനോട് അനേകർ വരും. പക്ഷേ അതിൽ കൂടെ കടക്കുവാനായിട്ട് പലർക്കും സാധിക്കുകയില്ല എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ വളരെ ചുരുക്കം വരും. അതാണ് ഇവിടെ ആ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത്. അവിടെ യഹൂദന്മാർക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, 2 ചിന്തകളായിരുന്നു ഇവിടെ. യഹൂദന്മാർ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മുഴുവനും ദൈവരാജ്യത്തിൽ, മിശിഹായുടെ രാജ്യത്തിൽ പ്രവേശിക്കുമെന്നല്ല. മിശിഹ വരുമെന്നും ഭൗതികമായിരിക്കുന്ന രാജ്യം സ്ഥാപിക്കുമെന്നൊക്കെ വിചാരിച്ച ഒരു കൂട്ടരുണ്ടായിരുന്നു. നമുക്ക് മുമ്പിൽ 2 ജീവിതങ്ങളുണ്ട് ഈ ലോകത്തില്. നിന്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വച്ചിരിക്കുന്നു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതി എന്താണോ
ഈ ജീവനെയാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അതോ ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെയാണോ നമ്മൾ അത് മരണത്തിൻ്റെ വഴിയാണ്. അപ്പം ദൈവരാജ്യത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമാണ്. അവിടെ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ആ വഴിയിൽ നിന്ന് വലിയ പ്രയാസത്തിൽ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ദൈവരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ക്രൂശെടുത്ത് കർത്താവിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം പ്രവേശിക്കാം. എന്നാൽ ഈ ലോകത്തിൻ്റെ സ്ഥാനങ്ങളും മാനങ്ങളും ആഗ്രഹിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ സുഖ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ച് മദ്യത്തിലും മയക്കുമരുന്നിനും അതുപോലുള്ള തെറ്റായ നടപടികൾക്കൊക്കെ വിധേയമായിട്ട് ഈ ലോകത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുന്നവൻ പെരുവഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നാശത്തിൻ്റെ വഴിയാണെന്ന് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ തക്കവണ്ണം ക്രൈസ്തവർക്ക് ധർമ്മമുണ്ട്. നമ്മുടെ ജീവിതത്തെയും ദൈവം അപ്രകാരം ഈ ഇടുക്കുവാതിലൂടെ കർത്താവിൻ്റെ ക്രൂശെടുത്തുകൊണ്ട് തൻ്റെ പിന്നാലെ ചെന്ന് സ്വർഗരാജ്യത്തിലെ വലിയ വിരുന്നിൽ പ്രവേശിച്ച് കർത്താവിനോടുകൂടെ സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആയതിന് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ അവിടെ ഭാരപ്പെടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് സഹിച്ച ഈ ക്രൂശ് പോലെ ഒരു വേദനയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. കർത്താവിൻ്റെ ആ ക്രൂശ് വഹിച്ചുകൊണ്ട് തന്നെ പിന്നാലെ ചെല്ലുവാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ വേദനകളിലൂടെയും ഭാരങ്ങളിലൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് മാത്രം ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഉണർവുള്ളോനേ ഈറയ സേവിതനേ ഞങ്ങൾ ഉത്തരമരുൾക. പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിനുമാതാവായൊരു ഈ നിൻ പെരുനാളിൽ മൃതരാശ്വാസമതും ജീവിതരാശയും മാർജിപ്പാൻ പ്രാർത്ഥിക്കണമേ. മശിഹായേ മറിയാ മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകല ജഗത് പോഷകനേകി ദൈവത്തോടു നരനെ യോജിപ്പിച്ചോനേ വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കോട്ടിൽ മനവരാശിക്കായി ജീവനേന്തുന്ന വ്യാപാരികളം പരിശുദ്ധൻ മാരിസ്ലോമോ അർത്ഥിജനങ്ങൾക്കായി പ്രാർത്ഥനയാം നിധിതൻ വാതിൽ തുറന്നൊഴിവാക്കണമേ ബാധകളെല്ലാം. പ്രളയത്തിൻ നാളിൽ നീതിപരൻ നോഹ പെട്ടകമതില ജീവികളെ പാലിച്ചതുപോ ഹേ സഹദേന്മാരെ മാനവലോകത്തെ ചൂഴും തിരമാലകളിന്നും രക്ഷിക്കണമേ. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം.